ഇന്നൊരു വലിയ കാര്യം പറയാമെന്ന് വിചാരിച്ചാണ്. എന്താ കാര്യം എന്ന് പറയുക, ഇത് കണ്ടോ, മിറക്കൽ ഫ്രൂട്ട്. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ്. ഇത് തിന്നാൽ ഒരു അത്ഭുതം സംഭവിക്കും. എന്താണ് ഈ അത്ഭുതം എന്നല്ലേ? ഈ അത്ഭുതം നമുക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ കഴിക്കേണ്ടി വരും. അപ്പോൾ ഒരു കയ്പ്പ്, പുളി, എരിവ് ഇതൊക്കെ കഴിക്കേണ്ടി വരുമ്പോൾ ഇത് ഒരു സ്വല്പം മുമ്പ് ഇതൊരെണ്ണം തിന്നാലുണ്ട് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് അരുചിയായിട്ട് എന്ത് തിന്നാലും അത് രുചിയായിട്ട് ഫീൽ ചെയ്യും. അതാണ് മിറക്കിൾ അല്ലെങ്കിൽ അത്ഭുതം. അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചത് ഇന്നലെ ഒരു അത്ഭുതം ഉണ്ടായി. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇന്ന് നോയമ്പൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ ഇന്നലെ നല്ല മീൻകറിയൊക്കെ കൂട്ടി ചോറുണ്ടോണ്ടിരുന്നപ്പോൾ മീൻകറിക്ക് മധുരം. അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഇന്നെന്താ മധുരം മീൻകറിക്ക് മധുരത്തിന് കാരണമുണ്ട്. ഒരു 2-3 മണിക്കൂർ മുമ്പ് ഞാനിങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, എൻ്റെ പ്ലാന്റ് പ്രോഡക്ട്സ് ഒക്കെ കണ്ടു കിടക്കുന്ന ആ സന്തോഷത്തിൽ ഇങ്ങനെ നടന്നപ്പോൾ മുറ്റത്ത് താഴെയായിട്ട് ഒരു 5 അടി 6 അടി വരപ്പൊക്കെ ഇല്ല ഒരു ചെറിയ പ്ലാന്റ് വളർത്തുന്നുണ്ട്. അതിൻ്റെ പേരാണ് മിറക്കിൾ ഫ്രൂട്ട്. ആ മിറക്കിൾ ഫ്രൂട്ടിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സെൻസഫാലം പ്ലാന്റുകൾ നിറച്ച് ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുമായിരുന്നു. അപ്പം ഞാനത് പറിച്ചെടുത്തുകൊണ്ട് വന്നപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയമല്ലേ, വോട്ട് ചോദിക്കാൻ ഒത്തിരി പേര് വന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത് കൊടുത്തു. അവരൊക്കെ തിന്നിട്ട് നല്ല രുചിയാണല്ലോ. അപ്പോൾ ഈ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡ് തിന്നു, ഞാൻ തിന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കുന്ന സമയമായി. മീൻകറിക്ക് മധുരം. ഞാനൊന്നും മിണ്ടിയില്ല. ഇത് തന്നെ മീൻകറിക്ക് എന്താ മധുരം? അപ്പോൾ ഒട്ടും ആ മീൻകറിയുടെ പുളിയോ എരിവോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതൊരു 3 മണിക്കൂർ നേരത്തേക്ക് തനതായ രുചിയെ മാസ്ക് ചെയ്തിട്ട് നല്ല മധുരം കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ അരുചിയായിട്ടുള്ള എന്തെങ്കിലും കഴിക്കേണ്ടി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എരിവ് പുളിയൊക്കെ കഴിക്കേണ്ടി വരുവാണെങ്കിൽ അതിന് ശകലം മുമ്പ് ഇതൊന്ന് കഴിച്ചാൽ മതി. അത് ആ മധുരത്തെ മധുരമാക്കി തീർക്കും, കടും മധുരമാക്കി തീർക്കും. ആ പുളിയെ മധുരമാക്കി തീർക്കാനുള്ള കഴിവാണ് ഇതിനുള്ളത്. ഇതിനകത്ത് എന്തുകൊണ്ടാണെന്നോ, ഇതിൻ്റെ ഈ ഫ്ലഷിനകത്തെല്ലാം മിറാക്കുലിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനുണ്ട്. മിറാക്കുലിൻ പ്രോട്ടീന് സാധാരണ രുചിയെ, നമ്മുടെ രുചി ഉണ്ടാക്കുന്ന മുകുളങ്ങളുണ്ടല്ലോ നാക്കിലെ, ആ രുചി മുകുളങ്ങളെ മാസ്ക് ചെയ്യും, അത് കവർ ചെയ്തിട്ട് മധുരമായിട്ട് മാറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിന് മിറക്കിളായിട്ട് അല്ലെങ്കിൽ അത്ഭുതമായിട്ട് പറയുന്നത്. ഈ അത്ഭുത ചെടി ധാരാളമുണ്ട്. ഞാൻ അതിൻ്റെ ചോട്ടിൽ പോയിട്ട് നിങ്ങളെ ആ അത്ഭുത ചെടിയും അതിൽ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നതും കാണിച്ചു തരാം. ഈ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ ഒരു പച്ച നിറമാണ്, കാന്താരി പോലെ. അത് പഴുക്കുമ്പോൾ കാന്താരി പഴുത്ത പോലത്തെ നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. ഇത് അധികം നാൾ നിൽക്കത്തില്ല. ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാണത്തൊന്നുമില്ല. അത് മുഴുവനും പൊഴിഞ്ഞ് താഴെ വീണു. ഇതങ്ങനെ പൊഴിഞ്ഞ് താഴെ വീണത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. മരത്തിൽ ഇനിയും കുറച്ച് നിൽപ്പുണ്ട്. ആ മരത്തിലുള്ള ഫ്രൂട്ട് കാണിച്ചു തരാം. ഇത് അങ്ങനെ എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല, വല്ലപ്പോഴുമൊക്കെ കഴിക്കാവുന്നല്ലാതെ ഇതൊരു നിത്യഭക്ഷണമായിട്ട് ഉപയോഗിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാൻ കൊള്ളാവുന്നതല്ല. പിന്നെ ഇത് വയലിൻ്റെ ഡിസോർഡറൊക്കെ വയറ്റിൽ മാറ്റാനായിട്ടും പിന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കും. പിന്നെ ചിലരുണ്ടല്ലോ, ചില രോഗികൾക്ക് മധുരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യൻസ്, അതുപോലെ തന്നെ മറ്റ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മരുന്നിൻ്റെ കൂടെ ഇത് സ്വല്പം തിന്നാൽ അപ്പം മരുന്ന് മധുരം ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. വേറെ എന്ത് കഴിച്ചാലും മധുരം ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ ഒരു നല്ല ഒരു അത്ഭുത പഴമാണ്. ആ മരം ഞാൻ കാണിച്ചു തരാവേ. വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അതിഥി കണ്ടോ, മിറക്കിൾ ഫ്രൂട്ട്. അത് പല സ്റ്റേജിലാണ് വളർന്നിരിക്കുന്നത്. പഴുത്തതുണ്ട്, ചെമ്പ്രം കൊണ്ടതുണ്ട്, തീരെ ചെറുതുണ്ട്, ചെറുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുണ്ട്, പച്ച നിറത്തിലുള്ളതുണ്ട്. ഇതിൻ്റെ പല സ്റ്റേജാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ട്, ഇതിൽ പഴുത്ത് കിടക്കുന്നു, ഇതിൽ മൂക്കാതെ കിടക്കുന്നു, ഇത് മൂത്ത് കിടക്കുന്നു, ഇത് പാകമായിക്കൊണ്ടിരിക്കുന്നു. ഇതും അതുപോലെ തന്നെ. ഈ മരത്തിൽ നിറച്ച് മിറക്കിൾ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ സമയാസമയത്ത് കാണാത്തത് കൊണ്ട് പൊഴിഞ്ഞു പോയി. ഇവിടെ ഈ കമ്പ് കണ്ടോ, ഇതിലും നിറയെ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കമ്പ് ഒടിഞ്ഞു പോയി, അതിലും നിറച്ച് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകതകൾ ഒരുപാടാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് ഒരു മിറക്കിൾ ചെയ്യുന്ന ഫ്രൂട്ടാണ്. കണ്ടോ ഈ ഫ്രൂട്ട്, ഇത് പഴുത്ത് നല്ലൊരു ഫ്രൂട്ട് കാണാമല്ലോ, പഴുത്തത്. അതുപോലെ ഈ മരം ഒരുപാട് വലുതാകുന്നതല്ല, ഇത്രയും ചെറിയൊരു ഡ്വാർഫ് പ്ലാന്റാണ്. ഈ പഴത്തിൻ്റെ പ്രത്യേകതകൾ, ഇതൊരു മിറക്കിൾ, നമ്മുടെ ഒരു മിറക്കിൾ അനുഭവം തരുന്നതാണ്. ഇത് കണ്ടോ, ഈ ബ്രാഞ്ച്, ഇതൊരു കമ്പാണ്, ഇത് ഒടിഞ്ഞു പോയി.
ഇതേലും ഫ്രൂട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഒടിഞ്ഞു പോയപ്പോൾ താഴെ പോയി അതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം. കണ്ടോ ഇവിടെ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നു. ഇതൊരു ഫ്രൂട്ട്. ഇങ്ങനെ ഈ മരത്തിൻ്റെ എല്ലാ ഭാഗത്തും നിറയെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. കുറേയൊക്കെ പൊഴിഞ്ഞ് താഴെ പോയി. ഈ ഫ്രൂട്ടിൻ്റെ സവിശേഷത, ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തീരെ ചെറുതാണ്. കണ്ടല്ലോ, ഇത്രയും ചെറുതായത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഏത് ടേസ്റ്റിലുള്ളതും നമുക്ക് കഴിക്കാം. കാന്താരി വരെ തിന്നാം. അതുപോലെ കയ്പുള്ളത് കഴിക്കാം. അപ്പോൾ രുചി തരുവാനുള്ള ഒരു പ്രത്യേകത ഈ ഫ്രൂട്ടിനുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് പറയാമെന്ന് ഉദ്ദേശിച്ചാണ് ഇന്ന് ഈ ഫ്രൂട്ടിലേക്ക് കടന്നു വന്നത്.